ഡേ ഓഫ് മൈ ലോങ് വീക്കെൻഡ്. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഒരു 12:30 ആയിട്ടുണ്ട് ഇപ്പോൾ. ഐ ജസ്റ്റ് ഗോട്ട് അപ്പ് ആൻഡ് കിച്ചണിലെ വാട്ടർ മൊത്തം താഴെ കിടക്കുക. ബട്ട് ഐ എം വെരി ഹംഗ്രി ആൻഡ് ഐ നീഡ് ടു ഈറ്റ് സംതിങ്. ലൈക്ക് വെരി വെരി ഹംഗ്രി. സോ ഞാനിവിടെ പുറത്ത് തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവും. തൊട്ടടുത്ത് തന്നെ പോകുന്നതുകൊണ്ട് കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ഞാൻ ഇടുന്നില്ല. മോയ്സ്ചറൈസർ, ലിപ് ബാം ആൻഡ് സൺസ്ക്രീൻ. കൂടെ സൺസ്ക്രീൻ ഉണ്ടോ? ഐ ഹാവ് കൊമിഡോജനിക് സ്കിൻ. സോ ഞാൻ എപ്പോഴും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പം കെയർഫുൾ ആയിരിക്കും. ഈ സാധനം ഇല്ലാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. വേറെ എന്തില്ലേലും എനിക്ക് പറ്റും. ബട്ട് ദിസ് ഈസ് ലൈക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഗോട്ടാ പുട്ട് സം ലിപ്സ്റ്റിക്. ലൈറ്റായിട്ടിരുന്നാൽ മതി. യെസ്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ മേക്കപ്പ്. സോ ദിസ് ഈസ് ദി ഔട്ട്ഫിറ്റ്. എനിക്ക് ക്രോപ്പ് ടോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. റൂമിന് പുറത്തിറങ്ങിയപ്പോഴാണ് റിയലൈസ് ചെയ്തത് നല്ല മഴ പെയ്യുന്നുണ്ട്. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു അടുത്തുള്ള രാമേശ്വരം കഫേ പോവാമെന്ന്. പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ കയറാൻ നിന്നില്ല. അവിടുന്ന് നേരെ നടന്ന് അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് വന്നത്. ബട്ട് അപ്പോഴത്തേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് തീർന്നു പോയി. ഇതൊരു വില്ലേജ് തീംഡ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. കുറേ നേരം മെനു നോക്കിയിരുന്ന് ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ, അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിനു മുമ്പ് പുലാവ് വെച്ചപ്പോൾ എനിക്കിഷ്ടമായി. പക്ഷേ ഈ ബിരിയാണി ഇന്നൊന്നിനും കൊള്ളില്ലായിരുന്നു. നല്ലോണം ഉപ്പ് കൂടുതലായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നു. മിനറൽ സെൽഫിയൊക്കെ എടുത്ത് ബാക്കി ഫുഡ് പാഴ്സൽ മേടിച്ച് ഇറങ്ങി. എന്നിട്ട് ഞാൻ നേരെ പോയത് ചായ കുടിക്കാനാണ്. അപ്പോഴും നല്ല മഴ ഉണ്ടായിരുന്നു. വെതർ നല്ലതായതുകൊണ്ട് ചായ കുടിക്കാൻ നല്ല രസമുണ്ടായി അവിടെ നിന്നപ്പോൾ. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് നടന്നു. ഈവനിങ് ആയി ഇറങ്ങി നോക്കിയപ്പോൾ വീണ്ടും മഴ തന്നെ, പെരുമഴ. മഴ കണ്ടപ്പോൾ എനിക്ക് മാഗി കഴിക്കാൻ ഒരു ക്രേവിങ്. മാഗി കഴിക്കാനല്ല, ജസ്റ്റ് ദാറ്റ് വെതർ കാരണമുള്ളൊരിത്. അപ്പം ഞാൻ മാഗി ഉണ്ടാക്കി അതേ പാത്രത്തിൽ തന്നെ സോസേജും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഞാനിന്ന് മിൽക്ക് ടീക്ക് പകരം ഞാൻ ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ടു അവോയ്ഡ് മിൽക്ക്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഹാവ് ചായ്. സോ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചതാണ്. സോ ദിസ് ഈസ് ദി തേർഡ് ഡേ ഓഫ് മൈ ലോങ് വീക്കെൻഡ്. സൺഡേ ആണ്. ബട്ട് സിൻസ് യെസ്റ്റർഡേ ഇവിടെ ഹെവി റെയിൻ. സോ ഇന്ന് സൺഡേ സ്പെഷ്യലൊന്നും നടക്കില്ല. ഐ ജസ്റ്റ് ഗോട്ട് എ ബ്രഷ് മൈ ടീത്ത്. ഓഫ്കോഴ്സ് എണീറ്റപ്പോൾ നല്ല ലേറ്റായി. സോ എന്താ കഴിക്കാനുണ്ടാക്കുന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദെയർ ഇൻ ഫ്രിഡ്ജ് ഫോർ മീ ടു മേക്ക്. ചോറുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട്. ബട്ട് അതിന് മുമ്പ് എൻ്റെ ബെഡൊന്നും ഞാൻ ഇതുവരെ വെച്ചില്ല. സോ അതൊക്കെ ചെയ്തിട്ട് ഗോ ടു കിച്ചൺ. പുറത്ത് ഇപ്പോഴും നല്ല മഴ തന്നെ. ഇനി ഫ്രിഡ്ജിൽ എന്താ ഇരിപ്പുള്ളതെന്ന് നോക്കിയിട്ട് ബാക്കി കുക്ക് ചെയ്യാം. സോ പുറത്ത് നല്ല പെരുമഴ ആയതുകൊണ്ട് സെപ്റ്റംബർ ഇപ്പോഴും ഓർഡർ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട്. സോ എൻ്റെ ഇപ്പോൾ ഉള്ളത് ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും കുറച്ച് സവാളയും ഉരുളക്കിഴങ്ങുമാണ്. സോ ഡെഫിനറ്റ്ലി ഐ ഗോണ മേക്ക് പൊട്ടറ്റോ കറി വിച്ച് ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് വിത്ത് റൈസ്. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. സോ ദാറ്റ്സ് മൈ സൺഡേ സ്പെഷ്യൽ. സോ പൊട്ടറ്റോ കുക്കാവുന്ന സമയത്ത് ഞാനൊരു ചായ ഉണ്ടാക്കി ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നു.
still raining and now it's scary. Time for restocking. ഒരുപാട് സാധനങ്ങളൊന്നും മേടിച്ചു വിട്ടില്ല. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. കാരണം ലാസ്റ്റ് മന്ത് ഞാൻ മേടിച്ച സാധനങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വേഗം ചീത്തയായിപ്പോയി. അതുകൊണ്ട് പിന്നെ രാത്രി ആയപ്പോൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ പോയി എൻ്റെ ഫ്രണ്ടായിട്ട്. ഉച്ചക്കത്തെ പൊട്ടറ്റോയുടെ കറിയുടെ ടേസ്റ്റ് ഇപ്പോഴാണ് നന്നായിട്ട് വന്നത്. ചപ്പാത്തി ഇപ്പോഴാണ് നന്നായിട്ട് സെറ്റായി. പിന്നെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്തിട്ടു. സോ ദാറ്റ്സ് ഫോർ മൈ ഡിന്നർ ആൻഡ് ദാറ്റ്സ് ഫോർ മൈ വീക്കെൻഡ്. എൻ്റെ വീക്കെൻഡ് ഇവിടെ തീരുമാനിക്ക് കിടന്നുറങ്ങി. രാവിലെ വർക്ക് തുടങ്ങും. നാളെ എനിക്ക് വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസമാണ്. സോ അങ്ങനെ മൺഡേ ബ്ലൂസൊന്നും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ലെറ്റ് മീ നോ ദ ഫീഡ്ബാക്സ്. ഓക്കെ, സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.